ഹായ്. ഈയിടെ തൊട്ട് കുഞ്ഞായി ഭയങ്കര മുരുകഭക്തനല്ലേ? മുരുകനെ മതി, എവിടെ പോയാലും മുരുകൻ എന്നറിയും. ഒരു കടയിൽ പോയോ മുരുകൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ മുഖ എന്ന് പറഞ്ഞിട്ട് കിടന്ന് ഭയങ്കര വഴക്കാണേ. കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ട് നിപ്പിന് അവിടുന്ന് വഴക്കുണ്ടാക്കി എന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ കൊണ്ടുപോയി മുരുകൻ്റെ ഫോട്ടോ മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ മുരുകനെ ഒന്ന് തൊഴാൻ വരാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് കുഞ്ഞായിയെ കൊണ്ടുവന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഉറവപ്പാറയിലെ ഒളമറ്റത്ത് മുരുകൻ്റെ അമ്പലത്തിൽ വന്ന കുഞ്ഞിനെ ഒന്ന് കാണിച്ചേച്ച് വരാം. എന്നിട്ട് ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ള ഞങ്ങൾ പല പ്രാവശ്യം അല്ലേ? എന്നാലും ഇതിൻ്റെ ഭംഗി വീണ്ടും കാണിക്കണം തോന്നും. ഞങ്ങൾ കയറിയിട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാണിക്കാം. ഇവരൊക്കെ ആദ്യമായിട്ട്, ഈ കൊച്ചുമോൻ ആദ്യമായിട്ട് വരുന്ന കേട്ടോ. അല്ല, കൊച്ചുമോൻ ആദ്യമായിട്ട് വരുന്നത്. നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ. ഉണ്ടോ ഒരുപറ്റും കയറിപ്പോയി അങ്ങ്. മോനെ ചെറിയ നടയുണ്ട്, പെട്ടെന്ന് കയറി പോകാൻ പറ്റി. അല്ലെങ്കിൽ എനിക്ക് നടയിൽ കയറാൻ ഭയങ്കര പാടാണ്. സൗണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഓർക്കണ്ട. പനി പിടിച്ച് ഗേസ്, ഭയങ്കരമായിട്ട് പനി, ഒപ്പം ചുമ. കണ്ടോന്ന് ചോദിച്ചല്ലോ. മുരുകൻ ആരാ? മുരുകനെ കാണാൻ ഇന്ന് പാറ് കണ്ണമ്മനെ ഏൽപ്പിച്ച വീഡിയോ പിടിക്കുക. അവൻ പൊക്കമുള്ളതുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ പുറകെ വരുന്നവരെ കാണാമല്ലോ. പക്ഷേ ആരും ഒന്നും പറയില്ല, പറയാതെ പോവുള്ളൂ. മുരുകഭക്തൻ അല്ലേ? മുഖിനെ കാണാൻ വന്നതാ. മുഖമൊക്കെ ചുണ്ടൊക്കെ ഡ്രൈ ആയിട്ട് നോക്കിയവൻ്റെ. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും നേദ്യത്തിന് നടയടച്ചു. നല്ല മഞ്ഞൊക്കെ ആയിട്ട് കുഞ്ഞായിക്കൊക്കെ പനിയും പാറുനും ഒക്കെ. അപ്പം ഞങ്ങൾ ചുറ്റമ്പലം മുരുകൻ പറയുന്നുണ്ടോ, ചുറ്റമ്പലം പ്രദക്ഷിണം വെച്ച് അകത്ത് കയറി തൊഴാൻ ഓർത്തു. മുരുകൻ പറഞ്ഞേ, മുരുകൻ ഹരഹരോ പറഞ്ഞേ ഹരഹരോ ഹരഹര. അവിടെ മുരുകനെ കാണിക്കാം. ഭീമപാത തീർത്ഥക്കുളം, പഞ്ചപാണ്ഡവരുടെ അടുപ്പ്. അടുത്ത മാസം 9, 10, 11 ഇവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ അതിനുള്ള ഉണ്ടോ ഇറങ്ങി വന്നപ്പോഴത്തേനും അകത്ത് മുരുകൻ്റെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. അവൻ അത് വേണം. അതിന് ഭയങ്കര വഴക്കായിരുന്നു. ഇതെന്നെ എന്തി മുരുകൻ കാണിച്ചു കൊടുത്തല്ലോ. അതെന്തി മുരുകൻ ഇത് ഇങ്ങോട്ട് കാണിയില്ലേ? ഇവിടെ കാണില്ലേ? ഇത് ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ഇങ്ങോട്ട് കാണാൻ പറ്റുമ്പോൾ കാണിച്ച്. കണ്ടോ ഇത് കാണില്ലേ? ഇങ്ങനെ കണ്ടോ മുരുകൻ്റെ ഫോട്ടോ ഉണ്ടോ? എൻ്റെ ഫോട്ടോ ഉണ്ട്. മയിലൊക്കെ ഉണ്ടല്ലേ? മയില്. മാങ്ങ കഴിക്കണോ? മാങ്ങ ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. രാവിലെ വരുമ്പോൾ മഞ്ഞൊക്കെ വെട്ടി അതേ പിള്ളേർ കണ്ടോ പോയി കുളം കാണാനായിട്ട്. അമ്പലക്കുളം കണ്ട വെള്ളം, കുളം കണ്ട അമ്പലക്കുളം. ഇത് സ്റ്റേജ് ഇപ്പം അടുത്ത മാസം ഒരു 9, 10, 11 അന്നേരം ഇവിടുത്തെ ഉത്സവം. പെണ്ണ് അമ്പലംകുളത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിൽക്കുക. അമ്പലമൊക്കെ ഉണ്ട് അല്ലേ? ഇത് ശരിക്കും ഇത് അമ്പലമായിരുന്നു. താമരയല്ലേ ഇത്? താമരയായിരുന്നു. താമര മൊട്ടുണ്ട് ഉണ്ടോ? തൊടുപുഴ ടൗണ് മൊത്തം എന്താ ഭംഗി. വെള്ളമോ? വെള്ളമാണോ? അവിടെ ഒന്നും എനിക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് വരാം. ഞാൻ എടുത്തു കഴിഞ്ഞു പോവാം. ഇത് അടുത്ത മാസം ഒരു 10, 11 ഒക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിറയെ ഇങ്ങോട്ട് വരണ്ട, അതുപോലെ ജനങ്ങളായിരിക്കും. ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമാണെന്നറിയാം. ഇതാ മോനെ കഴിഞ്ഞ ദിവസം മറ്റേ എന്നാ ഒരു ഇത് പറയുന്നത്, എന്തോ അസുഖത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുള്ളി പറഞ്ഞിട്ട് ഇതിൻ്റെ കായ
ഇത് എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം നമുക്കിപ്പോൾ ഇങ്ങനെ ആ പുള്ളി ഇതിങ്ങനെ അയ്യോ ഇതെവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതെന്തോ അസുഖത്തിനൊക്കെ പറഞ്ഞായിരുന്നു എന്നിട്ടിങ്ങനെ പുളിയല്ല അതിനെ ഭയങ്കര പുളിയൊന്നുമില്ല, എന്നാലും ഒരു ഇതുണ്ട്. അതെന്തൊക്കെയോ അസുഖത്തിന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അപ്പം അതൊക്കെ പറ്റും. പക്ഷെ നമ്മുടെ തൊടുപുഴ ടൗണിൻ്റെ ഭംഗി എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല നേരത്തെ തന്നെ ഭയങ്കര മഞ്ഞായിരുന്നേനെ. ഇന്നിപ്പോൾ അമ്മയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുഞ്ഞിനും സുഖമില്ലായിരുന്നു. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വന്നത് കൊണ്ട് അപ്പോൾ ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ വണ്ടിക്ക് വന്ന കേട്ടോ ഇതിലിറങ്ങി പോകുന്നത്. ഇത് വണ്ടിയേഴ് വരുന്ന വഴിയാണ്. നമ്മൾ നടന്ന് കയറി വരുമ്പോൾ പാറ കയറി തന്നെ വരണം. അത് അങ്ങേപ്പുറ വസ്തുടിയാണ്. അപ്പോൾ അടുത്ത മാസം ഉത്സവ സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ പാറയെ കയറാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ ഞങ്ങൾ ആ വീഡിയോയിലിടാം. എന്തായാലും വിളിച്ച വിളിപ്പുറത്ത് കേട്ടോ നമ്മുടെ ഉറവപ്പാറയിലെ മുരുകൻ, നമ്മുടെ പളനി മുരുകൻ്റെ പളനിമലയിലെ ഉത്സവത്തിൻ്റെ അന്ന് തന്നെയാണ് ഇവിടുത്തെ ഉത്സവം. മകരപ്പൂയമാണ് ഇവിടുത്തെ ഉത്സവം അന്ന് തന്നെയാണ്. പിന്നെ വലിയൊരു അതിശയുണ്ട് കേട്ടോ. കാരണം ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അതിൻ്റെ പിറ്റേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ക്യാൻറ്റീനുണ്ട്. അപ്പോൾ അന്ന് ഇവനിവിടെ അവിടെ കിടന്ന് ഭയങ്കര വഴക്കായിരുന്നു. അവന് മുരുകൻ്റെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടുത്തെ ചേട്ടൻ ഞാൻ ഇന്നലെ ചെന്നപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ എനിക്ക് പറഞ്ഞു കുഞ്ഞിനൊരു മുരുകൻ്റെ ഫോട്ടോ, അന്ന് അവൻ വഴക്കുണ്ടാക്കി കേട്ടോ, മുരുകൻ്റെ ഫോട്ടോ തരാമെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് പളനി മുരുകൻ്റെ ഒരു കലണ്ടർ അവന് കൊടുത്തു. അപ്പോൾ അതൊരു ഭയങ്കര ഇത് കുഞ്ഞുങ്ങളിരിക്കാൻ നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടല്ലല്ലോ അങ്ങനെ തോന്നുന്നത്. എന്തോ അവന് മുരുകനെ ഒരു ഭയങ്കര ഇഷ്ടം. ഇതാണ് കേട്ടോ പളനി ആണ്ടവൻ്റെ ഫോട്ടോ. കുഞ്ഞു വഴക്കുണ്ടാക്കിയിട്ട് കുഞ്ഞിന് മാറ്റി വെച്ചിരുന്നതാണ് ചേട്ടൻ. എന്ത് സൗന്ദര്യം എന്ന് നോക്കിയാൽ സുന്ദരൻ്റെ ഒരു മുരുകൻ. അപ്പോൾ കുഞ്ഞിന് പിന്നെ ഭയങ്കര സന്തോഷമായിട്ടോ പൊന്നായിക്ക്. അങ്ങനെ മുരുകനെ തൊഴുതിട്ട് എല്ലാവരും പറയും ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. എല്ലാവരും നല്ല വിശന്നാണ്. അപ്പം ഞങ്ങളുടെ ഒരു ദിവസം രാവിലെ കുഞ്ഞായിയെ മുരുകനെ കൊണ്ട് തൊഴിച്ച കഥകൾ ഇതൊക്കെയാണ്. മഴക്കാളി മുരുകൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്ന മുരുകൻ്റെ ഫോട്ടോ വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്